നമസ്തേ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ അഷ്ടചാപാണ് പഠിക്കുന്നത്. അഷ്ടചാപ് എന്ന് പറയുമ്പോൾ ഭക്തികാലമാണ് ഓർക്കേണ്ടത്. ഭക്തികാലത്തിലെ സഗുൺ ഭക്തിധാര. അപ്പോൾ സഗുൺ ഭക്തിധാരയിലെ കൃഷ്ണഭക്തി കവിമാരുടെ ഒരു സമൂഹമാണ്, 8 കവിമാരടങ്ങുന്ന ഒരു സമൂഹമാണ് അഷ്ടചാപ്. അഷ്ടചാപ് സ്ഥാപിച്ചത് വിട്ടൽനാഥാണ്. 1565 വിട്ടൽനാഥ് അഷ്ടചാപ് സ്ഥാപിച്ചിട്ടുള്ളത്. പുഷ്ടിമാർഗിൻ്റെ സ്ഥാപകനാണ് വല്ലഭാചാര്യ. അപ്പോൾ വിട്ടൽനാഥിൻ്റെ അച്ഛനാണ് വല്ലഭാചാര്യ. വല്ലഭാചാര്യൻ്റെ പുത്രനാണ് വിട്ടൽനാഥ്. വിട്ടൽനാഥാണ് അഷ്ടചാപ് സ്ഥാപിച്ചത്. ഓക്കെ. അപ്പോൾ അഷ്ടചാപിലെ ആദ്യം വരുന്ന 4 കവികൾ വല്ലഭാചാര്യൻ്റെ ശിഷ്യന്മാരും പിന്നീട് വരുന്ന 4 കവികൾ വിട്ടൽനാഥിൻ്റെ ശിഷ്യന്മാരുമാണ്. ഇത് നമ്മൾ കോഡിലൂടെ വളരെ ഈസിയായി പഠിക്കുകയാണെന്ന്. അപ്പോൾ വല്ലഭാചാര്യൻ്റെ ശിഷ്യന്മാരാണ് സൂർദാസ്, പരമാനന്ദദാസ്, കുംഭൻദാസ്, കൃഷ്ണദാസ്. ആരൊക്കെയാണ്? സൂർദാസ്, പരമാനന്ദദാസ്, കുംഭൻദാസ്, കൃഷ്ണദാസ്. ഇവരെ നമ്മൾ ഒരു കോഡിലൂടെ പഠിക്കുകയാണ്. സുപകൂക്ർ. എന്താണ് കോഡ്? സുപകൂക്ർ. സൂർദാസ്, പരമാനന്ദദാസ്, കുംഭൻദാസ്, കൃഷ്ണദാസ്. വളരെ ഈസി അല്ലേ? അല്ലെങ്കിൽ സക്പക് എന്ന ഒരു കോഡിലൂടെയും പഠിക്കാം. സക്പക്. സൂർദാസ്, കുംഭൻദാസ്, പരമാനന്ദദാസ്, കൃഷ്ണദാസ്. 2 കോഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സുപകൂക്രും സക്പകും. നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാവുന്നത് ചൂസ് ചെയ്യാം. അടുത്തത് വിട്ടൽനാഥിൻ്റെ ശിഷ്യന്മാരാണ്. വിട്ടൽനാഥിൻ്റെ ശിഷ്യന്മാർ ഗോവിന്ദ് സ്വാമി, ചീത് സ്വാമി, ചതുർഭുജദാസ്, നന്ദദാസ്. ആരൊക്കെയാണ്? ഗോവിന്ദ് സ്വാമി, ചീത് സ്വാമി, ചതുർഭുജദാസ്, നന്ദദാസ്. ഈ 4 പേരെ ഗോച്ചി ചന എന്ന ട്രിക്കിലൂടെ നമുക്ക് ഓർത്തു വെക്കാം. ഗോച്ചി ചന. നേരത്തേത് സുപകൂക്ർ. അതാരുടേതാ? വല്ലഭാചാര്യ. വിട്ടൽനാഥിൻ്റെത് ഗോച്ചി ചന. വിട്ടൽനാഥ് ഗോച്ചി ചന. ഓക്കെ. ഗോവിന്ദ് സ്വാമി, ചീത് സ്വാമി, ചതുർഭുജദാസ്, നന്ദദാസ്. അല്ലെങ്കിൽ വേറൊരു കോഡിലൂടെ നമുക്ക് പറയാം. എന്താണ്? ചക്ചന. എന്താണ്? ചക്ചൻ. ചീത് സ്വാമിയാണ്. ഗോവിന്ദ് സ്വാമിയാണ്. ചതുർഭുജദാസ്, നന്ദദാസ്. ചക്ചൻ എന്നും ഓർത്തു വെക്കാം. ഗോച്ചി ചന അല്ലെങ്കിൽ ചക്ചൻ. ഓക്കെ. 2 ട്രിക്ക് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുള്ളായത് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അഷ്ടചാപിലെ സബ്സെ ബഡ എന്ന് പറയുന്നത് ആരാണ്? സബ്സെ ബഡ കുംഭൻദാസാണ്. സബ്സെ ചോട്ട നന്ദദാസാണ്. കുംഭൻദാസിൻ്റെ പുത്രനാണ് ചതുർഭുജദാസ്. അപ്പോൾ സർവപ്രഥം സ്ഥാനം ആർക്കാണ്? സൂർദാസിനാണ്. പുഷ്ടിമാർഗ് കാ ജഹാസ് എന്ന് പറഞ്ഞത് ആരാണ്? പുഷ്ടിമാർഗ് കാ ജഹാസ് ആരാണ്? സൂർദാസാണ്. അത് പറഞ്ഞിട്ടുള്ളത് വിട്ടൽനാഥാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു വെക്കുക അഷ്ടചാപിനെ കുറിച്ച്. ചെറിയൊരു വീഡിയോയിലൂടെ അഷ്ടചാപ് എന്താണ് അല്ലേ? കൃഷ്ണഭക്ത കവിമാരുടെ ഒരു സമൂഹമാണ്. 8 കവിമാരുടെ ഒരു സമൂഹമാണ് അഷ്ടചാപ്. 1565 സ്ഥാപിച്ചത്. വിട്ടൽനാഥാണ് സ്ഥാപിച്ചത്. അപ്പോൾ വല്ലഭാചാര്യൻ്റെ ശിഷ്യന്മാരാണ് സുപകൂക്ർ. വിട്ടൽനാഥിൻ്റെ ശിഷ്യന്മാരാണ് ഗോച്ചി ചന. ഇത്രയും നിങ്ങൾ ഓർത്ത് വെക്കുക. വളരെ ഈസിയായിട്ട് നമുക്ക് 1 മാർക്കെങ്കിലും നേടാൻ കഴിയും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇവരുടെയൊക്കെ രചനകൾ പഠിക്കാം. അതുവരെ എല്ലാവർക്കും ധന്യവാദം.